ഇപ്പോഴിതാ നെടുമങ്ങാട് മുനിസിപ്പാലിറ്റിയിലെ വിജയികളുടെ പേരുകൾ പുറത്തു വരുമ്പോൾ സന്ധ്യ വി ആണ് കല്ലുവരമ്പ് വാർഡിൽ വിജയിച്ചിട്ടുള്ളത്. LDF സ്ഥാനാർത്ഥിയായിരുന്നു. ഇരിഞ്ചിയത്ത് രവീന്ദ്രൻ എസ് ആണ് വിജയിച്ചത്. UDFിന്റെ സ്ഥാനാർത്ഥി. കുച്ചർഗോഡ് MS ബിനു ആണ് LDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. പാളയത്തിന് മുകളിൽ CS ശ്രീജ LDF സ്ഥാനാർത്ഥി വിജയിച്ചിരിക്കുന്നു. ഉളിയൂരിൽ R മധു ആണ് വിജയിച്ചത്, LDF സ്ഥാനാർത്ഥി. മണക്കോട് സജിത MP LDF സ്ഥാനാർത്ഥി. നെട്ടയത്ത് ചന്ദ്രകുമാർ S UDF സ്ഥാനാർത്ഥി. നഗരിക്കുന്ന് ശ്രീകേഷ് M LDF സ്ഥാനാർത്ഥി എന്നിങ്ങനെ വിജയിച്ചവരുടെ പേരുകൾ ആണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും NDA ഇപ്പോൾ വലിയ മുന്നേറ്റം നടത്തിക്കൊണ്ടിരിക്കുകയാണ് തിരുവനന്തപുരം കോർപ്പറേഷനിൽ എന്നതാണ്. അത് ഏറ്റവും വലിയ ഒറ്റക്കക്ഷി എന്ന നിലയിലേക്ക് NDA എത്തിപ്പെടും എന്ന ഒരു നിരീക്ഷണം നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പിന് ശേഷം അവർക്കുണ്ടായിരുന്നു. പക്ഷേ ഭരണം പിടിക്കുന്ന തരത്തിലേക്ക് അത് എത്തുമോ എന്ന സംശയവും പ്രകടിപ്പിച്ചിരുന്നു. ഇപ്പോൾ കോർപ്പറേഷനുകൾ കേരളത്തിലെ തെരഞ്ഞെടുപ്പിൽ, തദ്ദേശ തെരഞ്ഞെടുപ്പുകളിൽ കോർപ്പറേഷനുകളാണ് ശ്രദ്ധാകേന്ദ്രങ്ങൾ എങ്കിൽ അതിലേറ്റവും ഹൈലൈറ്റ് എന്ന് പറയേണ്ടത് തിരുവനന്തപുരം തന്നെയാണ്. തിരുവനന്തപുരത്ത് ആര് അധികാരത്തിലേറും എന്നതാണ് ഏറ്റവും പ്രധാനം. കാരണം ഏറ്റവും അധികം ഡിവിഷനുകൾ ഉള്ളത് തിരുവനന്തപുരം കോർപ്പറേഷനിൽ ആണ്. 101 ഡിവിഷനുകൾ. പക്ഷേ അവിടെ 100 ഡിവിഷനുകളിലേക്കാണ് തെരഞ്ഞെടുപ്പ് നടന്നത്. 51 ഡിവിഷനുകളിൽ വിജയിക്കുന്നവർക്ക് ഭൂരിപക്ഷം ഉറപ്പിക്കാൻ സാധിക്കും. അവിടെയാണ് ഇപ്പോൾ ഇഞ്ചോടിഞ്ച് പോരാട്ടം നടത്തുന്നത്. പക്ഷേ ഏതെങ്കിലും ഒരു മുന്നണിക്ക് വ്യക്തമായൊരു മേൽക്കൈ ഉണ്ട് എന്ന് നമുക്ക് അവകാശപ്പെടാനും സാധിക്കാത്ത സാഹചര്യം. കൊച്ചിയിൽ നിന്ന് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മേയർ സ്ഥാനാർത്ഥികൾ, UDFിന്റെ മേയർ സ്ഥാനാർത്ഥികൾ ആണ് വിജയിച്ചു കയറിയത്. അവരുടെ പ്രതികരണമടക്കം നമുക്ക് ലഭ്യമായിക്കൊണ്ടിരിക്കുകയാണ്. തീർച്ചയായിട്ടും അനുകൂല ട്രെൻഡാണ് ഒരുപാട് തവണ പറഞ്ഞു കേട്ട പേരാണ് മേയർ സ്ഥാനത്തേക്കെല്ലാം. അതൊക്കെ ലീഡേഴ്സ് നേതാക്കളെ തീരുമാനിക്കും, പാർട്ടിയാണ്. യെസ്, എന്തായാലും UDFിന് വലിയ വിജയ പ്രതീക്ഷയിലാണ് ഈ ഘട്ടത്തിൽ. പക്ഷേ എപ്പോൾ വേണമെങ്കിലും ലീഡുകൾ മാറിമറിയാം. ഓരോ സീറ്റുകളും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ സീറ്റിലെ വിജയവും നിർണായകമാകുന്ന ഒരു തെരഞ്ഞെടുപ്പ് ഫലത്തിലേക്കാണ് ഓരോ ജില്ലയിലെയും നഗരസഭകളുടെ കണക്കെടുക്കുകയാണെങ്കിൽ ആലപ്പുഴ ജില്ലയിൽ ചെങ്ങന്നൂരിൽ UDF ജയിച്ചു, ചേർത്തലയിൽ LDF, ഹരിപ്പാട് UDF, മാവേലിക്കരയിൽ UDF എന്നുള്ളതാണ്. കായംകുളത്ത് ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. അതായത് മാവേലിക്കരയിലും പക്ഷേ കേവല ഭൂരിപക്ഷത്തിലേക്ക് UDFിന് എത്താൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും ഏറ്റവും വലിയ ഒറ്റ മുന്നണി എന്ന രീതിയിലാണ്. അവിടെ BJPക്ക് 4 സീറ്റുകൾ കിട്ടിയിട്ടുണ്ട്. അതാണ് മാവേലിക്കരയിൽ ഇങ്ങനെ തൂക്ക് രീതിയിലേക്ക് കാര്യങ്ങൾ പോയിരിക്കുന്നത്. അതേസമയം ആലപ്പുഴ മുനിസിപ്പാലിറ്റിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടം ഇപ്പോഴും നടക്കുകയാണ്. കേവല ഭൂരിപക്ഷമായ 27ലേക്ക് എത്താൻ ആർക്കും ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അതേസമയം കോട്ടയം ജില്ലയിൽ ഭൂരിഭാഗം മുനിസിപ്പാലിറ്റികളിലും വലിയ വിജയം നേടുവാൻ UDFിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് വലിയ രീതിയിലുള്ള തിരിച്ചുവരവ് അതിന്റെ സൂചന തന്നെയാണ് നൽകുന്നത്. മാത്രമല്ല ഗ്രാമപഞ്ചായത്തുകളിലും കോട്ടയം ജില്ലയിൽ വലിയ മുന്നേറ്റം നേടുവാൻ കഴിഞ്ഞിട്ടുണ്ട്. മുനിസിപ്പാലിറ്റികളിൽ കോട്ടയത്ത് ചങ്ങനാശ്ശേരിയിൽ UDF ആണ്, ഏറ്റുമാനൂരിലും കോട്ടയം മുനിസിപ്പാലിറ്റിയിലും വൈക്കത്തും UDFിന്റെ മുന്നേറ്റമാണ്. പാലായിൽ UDF കേവല ഭൂരിപക്ഷത്തിലേക്ക് വരും. അതിന് കാരണം സ്വതന്ത്രരുടെ സാന്നിധ്യമാണ്. അങ്ങനെ വരുമ്പോൾ ഈരാറ്റുപേട്ട ഒഴികെയുള്ള മറ്റ് നഗരസഭകളിലെല്ലാം കോട്ടയം ജില്ലയിൽ മുന്നേറ്റം നടത്തിയിരിക്കുന്നത് UDF ആണ് എന്നത് വളരെ വ്യക്തമായ മുന്നേറ്റം മധ്യ കേരളത്തിൽ നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നതിന്റെ സൂചനയാണ്. അതുപോലെ തന്നെ ഇടുക്കി ജില്ലയിലേക്ക് പോകുമ്പോഴും അതേ രീതിയിൽ തന്നെയാണ്. കട്ടപ്പനയിലും തൊടുപുഴയിലും UDF ആണ്. രണ്ടിടത്തും UDF. ഇടുക്കിയിലും കോട്ടയത്തും ഈ മുന്നേറ്റം കാഴ്ചവെക്കാൻ UDFിന് കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. കട്ടപ്പനയിലും തൊടുപുഴയിലും UDF ആണ്. അതേസമയം എറണാകുളം ജില്ലയിലാണ് ഏറ്റവും വലിയ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിരിക്കുന്നത്. നഗരസഭയിൽ അങ്കമാലിയിൽ ഇഞ്ചോടിഞ്ച് പോരാട്ടമാണ്. തൃപ്പൂണിത്തുറയിൽ NDA ആണ്, BJP ആണ്. അതേസമയം മറ്റ് മുനിസിപ്പാലിറ്റികളിൽ UDF ആണ്. ആലുവയിലും ഏലൂരിലും കളമശ്ശേരിയിലും കൊച്ചി കോർപ്പറേഷനിലും കൂത്താട്ടുകുളത്തും കോതമംഗലത്തും മരടിലും മൂവാറ്റുപുഴയിലും വടക്കൻ പറവൂരിലും പെരുമ്പാവൂരിലും പിറവത്തും തൃക്കാക്കരയിലും UDFിന്റെ മുന്നേറ്റം എന്നുള്ളതാണ്. വലിയ കണക്കാണ് UDFിന് സഹായകരമായിട്ട് മുനിസിപ്പാലിറ്റികളിൽ ഉള്ളത് എന്നതാണ്. തൃശ്ശൂർ ജില്ലയിലും LDFിന് UDFിൽ നിന്ന് വലിയ രീതിയിലുള്ള പ്രതിരോധമാണ് വന്നിരിക്കുന്നത്. ചാലക്കുടിയിൽ UDFിനാണ് മുന്നേറ്റം. ചാവക്കാടും ഗുരുവായൂരും നിലനിർത്താൻ LDFിന് കഴിയുന്നു. ഇരിങ്ങാലക്കുടയിൽ UDF ആണ്. കൊടുങ്ങല്ലൂരിലും കുന്നംകുളത്തും LDF ആണ്. തൃശൂർ കോർപ്പറേഷനിൽ UDFിന്റെ മുന്നേറ്റം
വടക്കാഞ്ചേരിയിൽ LDF മുന്നേറാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ തൃശൂർ ജില്ലയിലും നഷ്ടം സംഭവിച്ചിരിക്കുന്നത് LDF അതായത് ഇത് UDF തേരോട്ടം തന്നെ മുനിസിപ്പാലിറ്റികളിൽ മലപ്പുറത്ത് നോക്കേണ്ട കാര്യമില്ല. കോട്ടയിൽ ആകെ പൊന്നാനിയിൽ മാത്രമാണ് LDF ഒരു മേൽക്കൈ ഉള്ളത്. അവിടെ 10 സീറ്റിൽ LDF 6 സീറ്റുകളിൽ UDF ബാക്കി എല്ലായിടത്തും നിലമ്പൂരിൽ പോലും ഇപ്പോഴത്തെ ട്രെൻഡ് അനുസരിച്ച് മുൻതൂക്കമുള്ളത് UDF 16-2 എന്നുള്ളതാണ്. ആകെ മെജോറിറ്റിക്ക് വേണ്ടത് 19 സീറ്റുകളാണ്. അതിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഏകദേശം. കൊണ്ടോട്ടിയും കോട്ടക്കലും മലപ്പുറവും മഞ്ചേരിയും ഉൾപ്പെടെ ഇപ്പോൾ വലിയ മുന്നേറ്റമാണ് UDF നടത്തുന്നത്. നിലമ്പൂർ, പരപ്പനങ്ങാടി, പെരിന്തൽമണ്ണ കോർപ്പറേഷനിലേക്ക് മുനിസിപ്പാലിറ്റി പരിശോധിക്കുമ്പോൾ ഇങ്ങനെ വ്യക്തമായ മേൽക്കൈയാണ്. താനൂർ, തിരൂർ, തിരൂരങ്ങാടി, വളാഞ്ചേരി ഉൾപ്പെടെ വളരെ കൃത്യമായ മേൽക്കൈ. അവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പൊന്നാനിയിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന്. കോഴിക്കോട് പക്ഷേ LDF ഫറോക്കിലും കൊയിലാണ്ടിയിലും കോഴിക്കോട് കോർപ്പറേഷനിൽ ഇപ്പോൾ മുന്നേറാൻ കഴിയുന്നു. മുക്കത്തും വടകരയിലും LDF മുന്നേറ്റമാണ്. അതേസമയം പയ്യോളിയും രാമനാട്ടുകരയും UDF കൊടുവള്ളിയിൽ അനുമോദാണ് വാർത്തയുടെ വിശദാംശങ്ങളുമായി ചേരുന്നത്. അനുമോദ്, ഏതാണ്ട് UDF തൂത്തുവാരുന്നു എന്ന് വേണം നമുക്ക് മുനിസിപ്പാലിറ്റികൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ. ഒരേ ഒരു മുനിസിപ്പാലിറ്റിയിൽ മാത്രമാണ് ഇടതുപക്ഷത്തിന് മേൽക്കൈയുള്ളത്. അത് തന്നെ ആയിരിക്കില്ലേ അവസാന ട്രെൻഡിലും പ്രതിഫലിക്കുക? മലപ്പുറത്ത് UDF തേരോട്ടം തന്നെയാണ്. മുനിസിപ്പാലിറ്റികളിൽ ഒരെണ്ണം പൊന്നാനി മാത്രമാണ് LDF ഇപ്പോഴും മുന്നേറാൻ കഴിയുന്നത്. മറ്റ് എല്ലാ മുനിസിപ്പാലിറ്റികളും 11 UDF ആണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം പെരിന്തൽമണ്ണ UDF പിടിച്ചെടുത്തു എന്നുള്ളതാണ്. UDF 30 വർഷങ്ങൾക്ക് ശേഷമാണ് പെരിന്തൽമണ്ണ ഭരണത്തിലേക്ക് എത്തുന്നത്. അതോടൊപ്പം തന്നെ കഴിഞ്ഞ തവണ നിലമ്പൂരിൽ LDF ആയിരുന്നെങ്കിൽ ഇത്തവണ നിലമ്പൂരിലും UDF ഭരണത്തിലേക്ക് തിരിച്ചെത്തുന്ന സാഹചര്യമാണ് കാണുന്നത്. തിരൂരിൽ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷെ തിരൂരിൽ UDF തേരോട്ടമാണ് കണ്ടത്. നഗരസഭകളിലൊക്കെ UDF വലിയ രീതിയിലുള്ള മുന്നേറ്റമാണ് മലപ്പുറം ജില്ലയിൽ കാണുന്നത്. പൊന്നാനി മാത്രമാണ് ഇടതുപക്ഷത്തിന്റെ പ്രതീക്ഷ നിലനിർത്തി ഇപ്പോഴും മുന്നോട്ട് പോകുന്നത്. വയനാട്ടിലേക്ക് എത്തുമ്പോൾ അവിടെ കൽപ്പറ്റയിൽ ഇടതുപക്ഷത്തിന്റെ മുന്നേറ്റം ആണ് നടക്കുന്നത്. ഇടതുപക്ഷം 15 വാർഡുകളിൽ മുന്നിട്ട് നിൽക്കുകയാണ്. NDA 2 UDF 8 എന്നതാണ് കണക്കുകൾ. മാനന്തവാടി പക്ഷേ UDF പിന്തുണയ്ക്കുന്നത്. അവിടെ UDF 21 സീറ്റുകളിലും മുന്നിട്ട് നിൽക്കുന്നു. 14 LDF വ്യക്തമായ മേൽക്കൈയാണ് UDF മാനന്തവാടി നേടിയിട്ടുള്ളത്. മറ്റൊന്ന് സുൽത്താൻ ബത്തേരിയാണ്. സുൽത്താൻ ബത്തേരിയിലും 36 വാർഡുകൾ ആണ് ഉള്ളത്. അതിൽ 9 വാർഡുകളിൽ അവിടെ ഇനിയും വോട്ടുകൾ എണ്ണേണ്ടതായിട്ടുണ്ട്. 9 വാർഡുകളിൽ ആണ് ഇപ്പോൾ UDF മുന്നിട്ട് നിൽക്കുന്നത്. 7 മുന്നിട്ട് നിൽക്കുന്നത് ഇടതുപക്ഷമാണ്. അങ്ങനെ വയനാട്ടിലേക്ക് വരുമ്പോഴും അവിടെ UDF ഒരു മേൽക്കൈ ഉണ്ട് എങ്കിൽ പോലും ഇനിയും നിരവധി വോട്ടുകൾ എണ്ണാൻ ബാക്കിയുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് കണക്കുകൾ ഇനിയും വിശദമായി പരിശോധിക്കേണ്ടത്. അല്പസമയം കൂടി നമുക്ക് കാത്തിരിക്കേണ്ടതായും വരുന്നത്. അതേസമയം കണ്ണൂരിലേക്ക് എത്തുമ്പോൾ അവിടെ കണ്ണൂരിൽ LDF മേൽക്കൈ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ആന്തൂർ, ഇരട്ടി ഉൾപ്പെടെയുള്ള മുനിസിപ്പാലിറ്റികളിൽ മുന്നിട്ട് നിൽക്കുന്നത് ഇപ്പോഴും LDF തന്നെയാണ്. പക്ഷേ കണ്ണൂർ മുനിസിപ്പാലിറ്റിയിൽ അത് എടുത്തു പറയണം. കണ്ണൂരിൽ ഇപ്പോൾ കണ്ണൂർ കോർപ്പറേഷനിൽ ഇപ്പോഴും UDF തേരോട്ടം തന്നെയാണ് നടക്കുന്നത്. പക്ഷേ മറ്റ് മുനിസിപ്പാലിറ്റികളുടെ കണക്കുകൾ പരിശോധിക്കുമ്പോൾ അതിൽ LDF ആണ്. കൂത്തുപറമ്പിലും പാനൂരിലും പയ്യന്നൂരിലും LDF മുന്നേറ്റം തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. തലശ്ശേരിയിലും ആ മുന്നേറ്റം തന്നെയാണ്. പക്ഷേ കണ്ണൂർ കോർപ്പറേഷൻ ഇപ്പോഴും UDF മേൽക്കൈ തന്നെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. 2020 തെരഞ്ഞെടുപ്പിലും കണ്ണൂർ കോർപ്പറേഷൻ മാത്രമായിരുന്നു UDF ഒപ്പം നിന്നത്. തിരുവനന്തപുരവും കൊല്ലവും കൊച്ചിയും തൃശ്ശൂരും ഉൾപ്പെടെയുള്ള കോർപ്പറേഷനുകൾ UDF കൈവിട്ടത് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ ഇത്തവണ ഒരു തിരിച്ചുവരവിന് കളം ഒരുങ്ങുന്നു UDF എന്ന് വേണം നമുക്ക് അനുമാനിക്കാൻ. അങ്ങനെ ഒരു മുന്നേറ്റം UDF നടത്തുമ്പോൾ തിരുവനന്തപുരത്ത് വളരെ മോശം പ്രകടനം എന്നത് തന്നെയാണ്. അപ്രതീക്ഷിതമായ മുന്നേറ്റവും ഇപ്പോൾ കൊല്ലത്ത് എന്ന് തന്നെ പറയാം. കൊല്ലത്ത് പ്രതീക്ഷിക്കാത്ത ഒരുപക്ഷെ അട്ടിമറി സാധ്യതകൾ കൽപ്പിക്കപ്പെട്ടിരുന്നുവെങ്കിലും ഇപ്പോൾ അതിനെ ശരിവെക്കുന്ന പ്രകടനം ആണ് കൊല്ലത്ത് ഉണ്ടാകുന്നത് എന്നതാണ് ഞെട്ടിക്കുന്ന വിവരമായി പങ്കുവയ്ക്കാൻ സാധിക്കുന്നത്. ഒരുപക്ഷെ